ഈ മെച്ചമരങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നമ്മുടെ കാളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ കാളയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഈ വീഡിയോ കൊടുത്താണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പ്രോപ്സും കാര്യങ്ങളും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 2 പ്രോപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വാട്ടർ പ്രോപ്സും ഒന്ന് നമ്മുടെ ഗ്ലാസ് പ്രോപ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം വാട്ടർ പ്രോപ്സും വന്നിട്ടുണ്ട്, ഗ്ലാസിൻ്റെ പ്രോപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ കൊടുത്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ 2 പ്രോപ്സും കാര്യങ്ങളും എടുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നതാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഇന്ന് പുതിയ അപ്ഡേറ്റിൻ്റെ ലീക്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ലീക്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഫുള്ള് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഫുള്ള് വാച്ച് ചെയ്താലും നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പം മറ്റേ നമ്മുടെ ഗെയിമിലേക്ക് നമുക്ക് പുതിയ കുറച്ച് പ്രോപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാളവണ്ടിയുടെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്കാണെങ്കിൽ കാളവണ്ടിയുടെ കാര്യങ്ങൾ അപ്ഡേറ്റിലേക്ക് തന്നെ കയറാവുന്നതാണ്. കാളവണ്ടിയുടെ അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഗെയിമിലേക്ക് കാളവണ്ടിയും കാര്യങ്ങളൊക്കെ വരണം എന്ന് നമ്മളെല്ലാവരും വിചാരിച്ചിട്ടിരുന്നത്. പക്ഷേ നമ്മുടെ കാളവണ്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരു കയറിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ലായിരുന്നേ. അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം നമുക്കാണെങ്കിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കാളവണ്ടിയിൽ നിന്നും ആ വണ്ടി അങ്ങ് ഒഴിവാക്കിയിട്ട് നമുക്ക് കാളയെ തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കാളയെ കൊണ്ടുവരുമ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, അപ്പോൾ കാളയിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഓപ്ഷൻ കാര്യങ്ങളും കിട്ടുമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. എന്നാൽ പക്ഷേ ആരും അത് ഓർത്ത് വിഷമിക്കേണ്ട. പക്ഷേ നമുക്ക് കാള റൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടെയാണ് നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഈ കാളയൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ചീപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കാളയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മുടെ റൈഡിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ അപ്ഡേറ്റും കാര്യങ്ങൾ ഇനി എപ്പോഴാണ് കിട്ടുന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരാൻ പോകുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ ലാസ്റ്റ് നമ്മൾ എന്നാണ് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുന്നതെന്ന് നമ്മളതിൻ്റെ പറയുന്നുണ്ട്. ഡേറ്റും കാര്യങ്ങളൊക്കെ റിവീലായിട്ടുണ്ട്. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ വരെ വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കാളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമുക്ക് മോഡലും കാര്യങ്ങളും കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ കാളയുടെ പുറത്താണെങ്കിൽ നമുക്ക് 2 കാളയും വെച്ച് അതിൻ്റെ പുറത്ത് ഒരു വണ്ടി കാര്യങ്ങളൊക്കെ രീതിയിലായിരുന്നു നമുക്ക് സെറ്റപ്പും കാര്യങ്ങളും നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. നേരത്തെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ പക്ഷേ ഈ പ്രശ്നം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. കമൻറ്റ് അനുസരിച്ച് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ ഇപ്പോൾ നമുക്ക് കാള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കാളയുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഓപ്ഷൻ കാര്യമുണ്ട്, റൈഡിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈഡിങ് ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരു ഗ്ലിച്ച് കാര്യങ്ങൾ വന്നിട്ടാണ് 2 പേര് ഓടുന്നത്. ഒരാളെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അറ്റ് വൺ ടൈമിൽ. അപ്പം ഈ കാളയും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മളതിൻ്റെ അകത്ത് കയറി ഓടിക്കാനൊക്കെ പറ്റും, ഓടിക്കാനും ജമ്പ് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഓരോരോ രീതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്ര പേർക്ക് ഒരു കാളയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഈ ഫീച്ചറും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. കാരണം കാളയെ മാത്രമായിട്ട് കൊണ്ടുവന്ന് കാളവണ്ടി ഒഴിവാക്കിയിട്ട് നമ്മുടെ കാള മാത്രം കൊണ്ടുവന്ന് എത്ര പേർക്ക് ഈ ഒരു ഫീച്ചറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും വലിയ മാറ്റം കാര്യങ്ങളൊക്കെ വരുത്തണമെന്നോ ഇല്ലവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിച്ചിട്ടൊന്ന് മനസ്സിലാക്കി നമ്മുടെ വരുന്ന വീഡിയോസ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കാളയുടെ ഇപ്പോൾ വന്നേക്കുന്നൊരു റൈഡിങ് ഓപ്ഷനും ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമുക്ക് കാള വന്നേക്കുന്നത്. കാളവണ്ടിയും കാര്യങ്ങളൊക്കെ ഇനിയും കിട്ടുമെന്ന് കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അത് ഓർത്താനും വിഷമിക്കേണ്ട. പക്ഷേ നമ്മുടെ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. കാളവണ്ടിയും കാര്യങ്ങളൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഫിനിഷ് ആകുന്നത് അപ്പോഴത്തേക്കായിരിക്കും നമുക്ക് കാളവണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു കാളയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. കാള മാത്രമല്ല കിട്ടുന്നത്, അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് ഓടിക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്, ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയായിരുന്നു നമ്മുടെ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. കാളയും കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും കാളവണ്ടി എന്ന് പറഞ്ഞ് നമ്മുടെ കാളവണ്ടി എന്നാണ് ആക്കിയിരുന്നത്. അതിപ്പോൾ ഒഴിവാക്കിയിട്ട് ഇനി കാളയെന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. കാള നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഡിലേ ആക്കുന്ന വേറൊന്നും കൊണ്ടെല്ലാം ഇതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. കാളവണ്ടി എന്താണ് പറ്റിയെന്നുള്ള കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാളവണ്ടിയുടെ കാര്യം ആദ്യം തന്നെ പറഞ്ഞിട്ട് പിന്നെ ചീപ്പ് കോഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചീപ്പ് കോഡും കാര്യങ്ങളെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ RGS ടൂൾ എടുക്കുക, അതിൻ്റെ അകത്ത് ബുൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. നമ്മുടെ കാളയുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ബുള്ള്. അപ്പോൾ ബുള്ള് എന്ന് സെർച്ച് ചെയ്ത് തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബുള്ളിനെ സ്പോൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു നമുക്ക് രീതി കിട്ടിയേക്കുന്ന ഒരു അപ്ഡേറ്റ് കാര്യങ്ങളും ഇങ്ങനെയാണ്. ബുള്ളെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാളയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. കാരണം ഇപ്പം നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് തന്നെ അത് കിട്ടത്തില്ല, വേറൊന്നും കൊണ്ടല്ല. കാരണം വെച്ചാൽ നമ്മുടെ ഗെയിമിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടില്ല. അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് വന്ന 2 പ്രോപ്സും കാര്യങ്ങളാണ് വാട്ടർ പ്രോപ്സും
അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ പ്രോപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് വന്നിരിക്കുന്നത്. 2 പ്രോപ്സും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ നിലവിലിപ്പം അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്, അപ്ഡേറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ട്രിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഈ ട്രിക്കും കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പർ അറിയാതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ, ഇപ്പോഴല്ല ഒരു പഴയ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഒരു ചാനലിനകത്ത് നമ്മൾ ഈ വാട്ടർ പ്രോപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് നമ്മളൊരു ട്രിക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്ത് കുറേ പേര് വാട്ടർ പ്രോപ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമ്മുടെ വാട്ടർ പ്രോപ്സ് നമ്മൾ ലിങ്ക് വഴി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അപ്ഡേറ്റിന് മുമ്പാണ്. അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ RG സ്റ്റൂൾ എടുക്കുക, വാട്ടർ അടിക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് അടിക്കുക എന്ന് ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്ഡേറ്റിന് ശേഷം. അപ്ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മുടെ ലിങ്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലും നമ്മൾ കൊടുക്കുന്നുണ്ട്. 2 ഇടത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്സപ്പ് ചാനലിൽ പോയി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഒഴിവാക്കുകയാണ്. കാരണം ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് അവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ട്രിക്ക് കാര്യങ്ങൾ നമ്മുടെ ഇൻ്റർനെറ്റ് വഴിയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്മൾ ലിങ്ക് ഒഴിവാക്കിയിട്ട് അവിടെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചാനലിൽ കയറിയതിന് ശേഷം ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഇപ്പം വാട്ടർ പ്രോപ്സ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ട് കൊണ്ടായിരിക്കും അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ആഡ് ചെയ്തതാണ് സാധനമൊക്കെ. രാവിലെ ഇതിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും കാര്യങ്ങളും കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിങ്ങൾക്ക് കയറി ലിങ്ക് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യാവുന്നതാണ്. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് വർക്കും കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ രീതി ഞാനിവിടെ കാണിച്ചു തരുന്നതാണ്. അപ്പം ആ കാണിച്ചു തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുള്ളൂ. അല്ല നിങ്ങൾ വേറെ ചെന്ന് യൂസും കാര്യങ്ങളൊക്കെ ചെയ്താണ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് വർക്കാവാതെ പോകും. വർക്കാതെ പോയാൽ ഗെയിം ബഗ്ഗായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് വന്ന പ്രോപ്സിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ കയറിയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. വാട്ടർ പ്രോപ്സും കാര്യങ്ങളും ഇങ്ങനെ ഒരു ക്യൂബിക്ക് പോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സാധനത്തിന് നമുക്ക് നമ്മുടെ മോഡ് ഓൺ വെച്ചിട്ട് നമുക്ക് എക്സും വൈ സെഡും വെച്ച് നമുക്ക് ഷേപ്സിന് വ്യത്യാസം വരുത്താം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം, കോപ്പി ചെയ്യാം, വേണമെങ്കിൽ കോപ്പി ചെയ്ത സാധനം ഡിലീറ്റും ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കെയിൽ അളവ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്ലാസിനും വാട്ടറിനും വന്നിരിക്കുന്നത്. അപ്പം ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ഐറ്റംസും വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ട്. അപ്പം നിങ്ങളുടെ ഒരു മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും ഐഡിയാസും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വല്ല ഐഡിയാസും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം നമുക്കറിയാൻ പറ്റും ഓരോരുത്തർ ഐഡിയാസും കാര്യങ്ങളൊക്കെ എന്താണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റുന്നതിന് നമ്മളത് ഉണ്ടാക്കി നമ്മളത് വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് മസ്റ്റായിട്ട് കമൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവരും ഇതൊന്നും അറിയട്ടെ ഈ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിനി എങ്ങനെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പം ഈ ഒരു ടൈമിൽ എങ്ങനെയാണ് നമ്മൾ വാട്ടർ പ്രോപ്സും ഗ്ലാസിൻ്റെ പ്രോപ്സും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നുള്ള രീതിയും കാണിച്ചു തരുന്നതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ നമ്മൾ ലിങ്ക് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തതിന് ശേഷം നമ്മളാണെങ്കിൽ നേരെ ഗെയിമിൻ്റെ അകത്തുനിന്ന് ഒരു മോഡ് സ്ലോട്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യണം. ഇഷ്ടമുള്ളൊരു സ്ലോട്ട് കാര്യങ്ങളും അത് സ്ലോട്ടിനകത്ത് വേറെ ഒരു ഐറ്റവും കാര്യങ്ങളും കാണല്. എന്നിട്ട് നിങ്ങളവിടെ വാട്ടർ പ്രോപ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ആൻഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പ്രോപ്സും കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സാധനം മാത്രമേ കിട്ടത്തുള്ളൂ. അതിൻ്റെ അകത്ത് കയറാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയ ശേഷം ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അകത്ത് വന്നതിന് ശേഷം നിങ്ങൾ ഇന്ന് വീടിൻ്റെ പുറത്തിറങ്ങേണ്ടതാണ്. എന്ത് നിങ്ങൾ ലിങ്ക് ആണെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ആണെങ്കിലും എന്ത് സാധനം ആഡ് ചെയ്യാനാണെങ്കിലും വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ്. അല്ലാതെ വീടിൻ്റെ അകത്തിരുന്നോട്ട് ചെയ്താൽ ചിലപ്പോൾ ബഗ്ഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഈ നെറ്റ് ഒന്ന് ഓണാക്കണം. നെറ്റ് ഓണാക്കിയ ശേഷം 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പേസ്റ്റ് കൊടുക്കണം. ഞാനിപ്പോൾ ഓൾറെഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പോൾ വർക്കും കാര്യങ്ങളാവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയതിന് ശേഷമാണ്. അപ്പോൾ അത് വർക്കാവുന്നതെന്ന് മനസ്സിലായിട്ടതിന് ശേഷം ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ പേസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് കൊടുത്ത് ഉടനെ തന്നെ ഫയലും കാര്യം ലോഡഡ് ആയിട്ടുണ്ട്. ഫയൽ ലോഡഡ് ആയപ്പോൾ തന്നെ ഞാൻ നെറ്റും കാര്യങ്ങളും ഓഫ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഓഫ് ചെയ്ത് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ 2 ഓപ്ഷൻ കാണും. കാരണം ഒന്ന് വെച്ചാൽ വാട്ടർ പ്രോപ്സും മറ്റൊന്ന് ഗ്ലാസിൻ്റെ പ്രോപ്സും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ 2 പ്രോപ്സും കാര്യങ്ങളും. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്കിത് മൾട്ടിപ്പിൾ
ടൈംസ് ആട്ടാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ കാണിച്ചു പറയുമ്പം നമ്മൾ ആർജി സ്റ്റൂൾ എടുക്കുക, അതിൻ്റെ അത് വാട്ടർ പ്രൂഫ്സ് വാട്ടർ നടിച്ചതിന് ഇഷ്ടംപോലെ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് പറ്റത്തില്ല നിലവിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡ്രോൺ ഓൺ ചെയ്യണം. ഡ്രോൺ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ മോഡ് ഓൺ ചെയ്യണം. രണ്ടും ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ വാട്ടർ പ്രൂഫ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീടിൻ്റെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ എക്സ് വൈ ഇസഡ് വെച്ചിട്ട് നമുക്ക് പല ഷേപ്പും ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സും വൈയും ഇസഡും വെച്ച് നിങ്ങൾക്ക് ഓരോ ഷേപ്പും കാര്യങ്ങളും ഉണ്ടാക്കാം. റൊട്ടേറ്റ് ചെയ്യാം, മൂവ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം, കോപ്പി ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അപ്പം ഈ എല്ലാ ഐറ്റംസും കാര്യങ്ങളും നമുക്ക് ഇപ്പം നിലവിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഇത് വളരെ ഷോർട്ട് ടൈമാണ്, പെട്ടെന്ന് നിങ്ങളെല്ലാവരും എടുത്ത് ചെയ്യാൻ നോക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അപ്ഡേറ്റ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ സാധനം എടുക്കാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾക്കത് വർക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റിന് വെയിറ്റ് ചെയ്താൽ മതി. അപ്ഡേറ്റിൽ ഇത് കിട്ടുന്നതായിരിക്കും. കാരണം കുറേ പേർക്കുണ്ട്, ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന കുറേ പേർക്കുണ്ട്. അപ്പോൾ ക്യൂരിയോസിറ്റി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഇപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കും, എന്ത് കാണാൻ കൊള്ളാമോ, അത് എന്ത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് കുറേ പേർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇത് പോയി എടുക്കാവുന്നതാണ്. അപ്പം നമ്മളതിൻ്റെ ലിങ്കും കാര്യങ്ങളും വാട്സപ്പ് ചാനൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളും കോപ്പി ചെയ്യുക, ഗെയിമിൻ്റെ അകത്ത് വരിക, എന്നിട്ട് നിങ്ങൾ പുതിയൊരു മോഡ് സ്ലോട്ട് കാര്യങ്ങളും എടുക്കുക. എന്നിട്ട് മോഡ് സ്ലോട്ട് എടുത്തതിന് ശേഷം പേര് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ പോയിട്ട് ഇൻ്റർനെറ്റ് എടുക്കുക, നെറ്റ് ഓൺ ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് റീഫ്രഷ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഇതുപോലെ 2 ഓപ്ഷൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ, നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ വരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഡ്രോണും എടുക്കേണ്ടതാണ്. മോഡ് സ്ലോട്ട് ഓൺ ചെയ്യണം. അതിനുശേഷം ഡ്രോൺ എടുക്കേണ്ടതാണ്. ഡ്രോൺ വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഡ്രോൺ എടുക്കേണ്ട കാര്യം. കാരണം മോഡ് സ്ലോട്ട് ഓണാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് നമുക്ക് 3 ഐറ്റംസ് കാര്യങ്ങൾ ഇപ്പം നിലവിൽ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ബുഗാട്ടി കാര്യങ്ങളും, പിന്നെ 2 നമ്മുടെ ബുള്ളും, പിന്നെ നമ്മുടെ പ്രോപ്സും. ഈ 3 ഐറ്റംസ് കാര്യങ്ങൾ ഇപ്പോൾ റിവീലായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങൾ ഇനി വരാനുണ്ട്. ആ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്താണെന്ന് ഇതുവരെ റിവീലാക്കിയിട്ടില്ല. ഉടനെ തന്നെ അത് റിവീലും കാര്യങ്ങളൊക്കെ ആക്കുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി വരാൻ അത്ര ചുരുക്കം ദിവസം കൂടെ ഉള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 വീക്സിനുള്ളിൽ വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം തൊട്ട്. അപ്പം ഇന്നലെ വരെ നമ്മൾ പറഞ്ഞ 2 വീക്സ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആ 2 വീക്സ് വരെ വെയിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വീക്സിൻ്റെ കാലാവധി ഉടനെ തന്നെ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ പോയി ഡെവലപ്പറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി പോയി ഡെവലപ്പറോട് മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെവലപ്പർ നമുക്ക് അതിനൊരു പ്രോപ്പർ അപ്ഡേറ്റിൻ്റെ ഒരു ഡേറ്റും കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അതിപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ പറയുന്നതായിരിക്കും, നിങ്ങൾക്ക് വിശ്വാസം കാണത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാനിവിടെ അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ആ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി അപ്ഡേറ്റും കാര്യങ്ങൾ ഇനി എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ് വരുന്നതെന്ന് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ 3 ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് ഇന്നലെ പറഞ്ഞത്. 3 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി കിട്ടാനുള്ള 2 ദിവസം എന്ന് വെച്ചാൽ ശനിയാഴ്ച ഞായറാഴ്ച കിട്ടുമെന്ന് ഉറപ്പാണ്. ചിലപ്പം ശനിയാഴ്ച വൈകുന്നേരം അപ്ലോഡ് ചെയ്യാൻ വെക്കും, ഞായറാഴ്ച നമുക്ക് രാവിലെയോടെ നമുക്ക് അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പം ഈ വരുന്ന ശനിയാഴ്ച എന്ന് പറയുമ്പം 9-ാം തീയതിയോ 10-ാം തീയതിയോ നമുക്ക് കിട്ടുന്നതായിരിക്കും. 9-ഓ 10-ാം തീയതിയോ നമുക്ക് അപ്ഡേറ്റ് വരെയും കിട്ടുന്നതാണ്. അത് കൺഫേം ആയിട്ടുണ്ട്. നമ്മൾ ഡെവലപ്പറും കഴിയാണ് പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം 9-ാം തീയതി 10-ാം തീയതി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അത്രയും ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്ഡേറ്റിന് മുമ്പിട്ട് എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ വന്നതിൽ എന്തെങ്കിലും മാറ്റമോ വ്യത്യാസം എന്തെങ്കിലും വരുത്തണമെന്നൊക്കെ ഉള്ളവരുണ്ട് ജസ്റ്റ് അവിടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കമൻറ്റ് അനുസരിച്ച് നമ്മൾ അതിൻ്റെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളും വരുന്ന വീഡിയോസിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി ആ വാട്ടർ പ്രോപ്സും ഗ്ലാസ് പ്രോപ്സും ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്.